Hi all, it's me Suganya and you're watching my YouTube channel Science. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണിത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്. തീർച്ചയായിട്ടും LP-UP ഇൻ്റർവ്യൂവിന് എന്തായാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. 1968-ലും 1986-ലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് വന്നു. പക്ഷേ അതിനുശേഷം 2020-ലാണ് പിന്നീട് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നത്. നോക്കൂ, എത്ര വർഷത്തെ ഇടവേള കഴിഞ്ഞിട്ടാണ് 2020-ലൊരു ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തു വരുന്നത് അല്ലേ? ഏതാണ്ട് ഒരു 40 വർഷത്തോളം ഒരു ഗ്യാപ്പുണ്ട് ഈ രണ്ട് വിദ്യാഭ്യാസ നയങ്ങൾക്കിടയിൽ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും തന്നെ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ടെക്നോളജിക്കലി നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ അടിസ്ഥാന സ്ട്രക്ചർ ഇപ്പോഴും 1986-ൽ വന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം കൊണ്ടുവരേണ്ട ഒരു സമയം തീർച്ചയായിട്ടും അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ 2020-ലെ ഒരു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്ത് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഇനി 1968-ൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്തും അതുപോലെ തന്നെ 1986-ൽ രാജീവ് ഗാന്ധിയുടെ സമയത്തുമാണ് നമ്മുടെ പഴയ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ വന്നത്. 1992-ൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയുണ്ടായി. നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഈ 1986-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നാലും അതിന് മറ്റൊരു ദേശീയ നയമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പം അതിനുശേഷമാണ് നമ്മുടെ 2020-ൽ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്താൻ പോകുന്ന മാറ്റമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന ഘടനയെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ രീതിയാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ? നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള 10+2+ രീതിക്ക് ഇനി മാറ്റം വരാൻ പോകുന്നു. അതിപ്പോൾ എന്തായി? 5+3+3+4 5+3+3+4 ആയി എന്ത് ചെയ്യാണ്, മാറുകയാണ് അല്ലേ? ഇനി ഡിഗ്രി കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ 5+3+3+4+4 ആയിട്ട് എന്ത് ചെയ്യും, മാറും. ഇനി എന്താണ് ഈ 5+3+3+4 എന്ന് നമുക്ക് വിശദമായി എന്ത് ചെയ്യാം, നോക്കാം. ഇനി ഇതിലെ 4 സ്റ്റേജുകളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആദ്യത്തെ 5+3+3+4-ലെ ആദ്യത്തെ 5 അല്ലേ, ആദ്യത്തെ 5 വർഷങ്ങൾ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നാണ്. ഈ ഫൗണ്ടേഷൻ സ്റ്റേജിൽ 3 വയസ്സ് മുതലുള്ള കുട്ടികൾ വരും. അതായത് നമ്മൾ ഇന്ന് അംഗൻവാടിയിലേക്ക് വിടുന്ന കുട്ടികൾ കൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാവും. അതായത് 3 വയസ്സ് മുതൽ, അതായത് നമ്മൾ അംഗൻവാടിയിലേക്ക് പോകുന്ന പ്രായം മുതൽ അവർ 2ാം ക്ലാസ്സിൽ എത്തുന്നത് വരെയുള്ള ആദ്യത്തെ 5 വർഷങ്ങൾ ചേർന്നതാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓർക്കുക, നമ്മൾ അംഗൻവാടിയിലുള്ളവർക്ക് ടീച്ചർ എന്ന് പറയുന്നൊരു പദവി ഇപ്പോഴില്ല. ഇനി അവരറിയപ്പെടാൻ പോകുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് എന്നാണ് അവരറിയപ്പെടാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അവരുടെ സേവന വേതന വ്യവസ്ഥകളിലെല്ലാം അതിനനുസൃതമായ ഒരു മാറ്റവും എന്ത് ചെയ്യും, ഉണ്ടാവും. ഇനി ഈ ഫൗണ്ടേഷൻ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ ഒരു ഫോർമലായിട്ടുള്ള എഴുതുകയോ അല്ലെങ്കിൽ വായിക്കുകയോ അങ്ങനെയുള്ള ഫോർമലായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്കുണ്ടാവില്ല. പകരം അവരെന്ത് ചെയ്യും, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട്, അതായത് അവർക്ക് ഇൻ്ററാക്ട് ചെയ്തിട്ട്, അതായത് പാട്ട് കേൾക്കുക, കഥ കേൾക്കുക, അതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, ആ രീതിയിലുള്ളൊരു പഠനം മാത്രമായിരിക്കും ഈ ഫൗണ്ടേഷൻ സ്റ്റേജിൽ നടക്കുക. അല്ലാതെ LKG UKGയിലേക്ക് പോകുന്തോറും നമുക്ക് കുറേ പുസ്തകങ്ങളുമായിട്ടല്ല കുട്ടി പഠിക്കുന്നത്. അവിടെയെല്ലാം അവൻ എന്ത് ചെയ്യുന്നു, കളികളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെയാണ് ആശയങ്ങൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കി എടുക്കുന്നത്. അടുത്ത 3 വർഷങ്ങളെയാണ് നമ്മൾ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലും നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലേക്കല്ല വരുന്നത്. അവിടെയും ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് മൊഡ്യൂളുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, അങ്ങനെയുള്ളൊരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും. അതായത് ആദ്യമായി ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ പ്രിപ്പറേറ്ററി സ്റ്റേജിലാണ്. പക്ഷേ ഫോർമൽ ആയിട്ട് ഒന്നും തന്നെ അവിടെയും എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അതായത് കുട്ടി ഇത്ര സമയം എഴുതണമെന്നോ അല്ലെങ്കിൽ ഇത്ര ഭാഗം പഠിക്കണമെന്നോ അങ്ങനെ ഒരു പരീക്ഷയുടെ ബേർഡനോ ഒന്നും തന്നെ ഈ സ്റ്റേജിലും കുട്ടിക്ക് ഉണ്ടാവില്ല. അടുത്ത 3 വർഷം എന്ന് പറയുന്നത്, അതായത് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ, അവിടെ വെച്ചാണ് ശരിക്കും ഒരു ഫോർമൽ ക്ലാസ് തുടങ്ങുന്നത്. അതായത് സാധാരണ ഒരു കുട്ടി ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കി പഠിക്കുകയും അതിനെ മാത്രം അടിസ്ഥാനമാക്കി ഒരു ഇവാലുവേഷൻ നടത്തുകയും അല്ലെങ്കിൽ ഒരു ഫോർമൽ സ്റ്റഡിയിലേക്ക്, ഔപചാരികമായ ഒരു വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടി എത്തുന്നത് 6ാം ക്ലാസ് മുതൽ മാത്രമാണ് കേട്ടോ. 6 to 8 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫോർമൽ ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ അവിടെയും നമ്മൾ എന്താണ് ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളല്ല, അവിടെയും ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനാണ് നമ്മൾ അവിടെയും എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത സ്റ്റേജാണ് സെക്കൻഡറി സ്റ്റേജ്. അതായത് കുട്ടി 8ാം ക്ലാസ് കഴിഞ്ഞ് 9, 10, +1, +2 അല്ലേ, നമ്മളിപ്പോൾ പറയുന്ന +1, +2. ഇനിയിപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് വരും. അതായത് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഗ്രൂപ്പിലായിരിക്കും ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും വരിക. അപ്പോൾ കുട്ടി 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സെക്കൻഡറി സ്റ്റേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച രീതികളിൽ നിന്നും വലിയ മാറ്റമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നത്, വരാനായിട്ട് പോകുന്നത്. അതായത് 10th കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ചോയ്സ് ആണുള്ളത്. അതായത് നമുക്ക് സയൻസ് എടുക്കാം, കൊമേഴ്സ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം അല്ലേ. ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ സയൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇനി എനിക്ക് ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററി പഠിക്കണം എന്ന് തോന്നിയാൽ ഒരിക്കലും ഒരു സയൻസിൻ്റെ കോഴ്സ് എടുത്തുകൊണ്ട് എനിക്ക് ഹിസ്റ്ററി പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല, എനിക്ക് ഹിസ്റ്ററി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സയൻസിലാണെങ്കിലും എനിക്കൊരു വിഷയമായിട്ട് ഹിസ്റ്ററി പഠിക്കാം. ഇനി ഹിസ്റ്ററി പഠിക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലുള്ള ഒരു കുട്ടി എന്ത് വിചാരിക്കുകയാണ്, എനിക്ക് ഫിസിക്സ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്യാം, ഫിസിക്സ് പഠിക്കാം. അതായത് അവിടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ചോയ്സ് അല്ല, അൺലിമിറ്റഡ് ചോയ്സ് ആണ്. അതായത് കുട്ടി എന്താണോ താല്പര്യപ്പെടുന്നത് അവന് അത് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും ഫ്രീഡം നൽകിക്കൊണ്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും ഇനി ഹയർ സെക്കൻഡറിയിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 വരുന്നതോടുകൂടി വരാൻ പോകുന്ന ചില മാറ്റങ്ങളാണ്. അതായത് നമ്മൾ ഇന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC എന്നതിൻ്റെയും ഇനി ഉണ്ടാവില്ല. പകരം HEC എന്നൊരു ബോഡിയാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമായിരിക്കും എന്ത് ചെയ്യുക, ഇനി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൂല്യനിർണ്ണയ രീതികൾ, ഇപ്പം നമുക്കറിയാം കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി എഴുതുന്ന ഒരു പരീക്ഷയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരു കുട്ടി എഴുതുന്ന ഒരു പരീക്ഷയും തമ്മിൽ നമുക്ക് പലപ്പോഴും ഒരു ഈക്വാലൻസി ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട്, അതായത് നമ്മുടെ ഇന്ത്യയിൽ എവിടെ ഏതൊരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏതൊരു ഭാഗത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അവനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു കോമൺ ടൂളിലായിരിക്കും. അതായത് ഒരു സെൻറ്റർ ഏജൻസി ഉണ്ടാവും ഈ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂല്യനിർണ്ണയം നടത്താനായിട്ട്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു മൂല്യനിർണ്ണയം നടത്താനായിട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് ഈ പരാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മൂല്യനിർണ്ണയം നടത്തുന്നത് കൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ എന്ത് ചെയ്യും, ഓൾ ഓവർ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കും. അതായത് 10ാം ക്ലാസ് പാസ്സാകുന്ന കേരളത്തിലെ ഒരു കുട്ടിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടോ അത് തന്നെ ആയിരിക്കും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും കുട്ടിക്കെന്നർത്ഥം. ഇനി വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് ഇനി മുതൽ മാനവ വിഭവശേഷി മന്ത്രാലയം അറിയപ്പെടാനായിട്ട് പോകുന്നത്. അതായത് 1985 വരെയും വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ഈ 1985 ശേഷമാണ് അത് മാനവ വിഭവശേഷി മന്ത്രാലയമായത്. ഇനി അത് വീണ്ടും തിരിച്ചെവിടേക്ക് വരികയാണ്, വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന പേരിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്, വരികയാണ്. ഇനി വരാൻ പോകുന്ന വേറൊരു വലിയ മാറ്റം എന്ന് പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലാണ്. അതായത് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്കോളർഷിപ്പോട് കൂടിയാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടങ്ങാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നിന്നും ധാരാളം വ്യത്യാസങ്ങൾ അതിനുണ്ട്. അതായത് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചിങ് കോഴ്സുകളാണ് വരാനായിട്ട് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. കാരണം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ മെഡിസിൻ, അതുപോലെ എഞ്ചിനീയറിങ്, അങ്ങനെ പലതരം രീതികളിലേക്ക് ചിതറി പോവുകയും കമ്പാരിറ്റീവ്ലി അതിൽ പുറകിൽ നിൽക്കുന്ന എല്ലാവരും അല്ല, ഒരു നല്ലൊരു ശതമാനമെങ്കിലും പുറകിലേക്ക് നിൽക്കുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു TTC BEd ആ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു, വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം വരുന്നത്. ഇനി പഠിക്കുന്ന സമയത്ത് തന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യാനായിട്ട് ധാരാളം സ്കോളർഷിപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. എന്നിട്ട് ഈ 4 വർഷം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ 4 വർഷത്തെ ടീച്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ഇനി ടീച്ചർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. ഇനി അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സിൽ മാറ്റം വരാൻ പോകുന്നു. അതായത് ഇതുവരെ 3 വർഷമായിരുന്ന ഡിഗ്രി കോഴ്സ് ഇനി മുതൽ 4 വർഷമായിരിക്കും.
അതുമാത്രമല്ല ഒരു കോളേജ് ആർട്സ് അല്ലെങ്കിൽ സയൻസ് എന്ന് പറഞ്ഞൊന്നുമില്ല, അവിടെ എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതായത് ആർട്സ് പഠിക്കുന്നവർക്ക് ആർട്സ് പഠിക്കാം, സയൻസ് പഠിക്കുന്നവർ സയൻസ് പഠിക്കാം. എല്ലാത്തിനും എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കോളേജുകളാണ് വരാൻ പോകുന്നത്. അതുപോലെ അന്താരാഷ്ട്ര നിലവാരമുള്ള ധാരാളം നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളും ഇവിടെ അവരുടെ സെൻറ്ററുകൾ എന്ത് ചെയ്യും, ആരംഭിക്കും. അവർക്കെല്ലാം എന്താണ് സ്വയംഭരണ അവകാശവും ഗവൺമെൻറ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ 4 വർഷ ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 വർഷം നമുക്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് നിങ്ങൾ ആദ്യം ഡിഗ്രിക്ക് ചേർന്നിട്ട് ആദ്യത്തെ 1 വർഷമേ പഠിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്കൊരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, 1 വർഷം മാത്രം പഠിച്ചാലും. ഇനി 2 വർഷം നിങ്ങൾ പഠിച്ചിട്ട് നിർത്തുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷം പഠിക്കുകയാണെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി നിങ്ങൾ 4 വർഷം അല്ലെങ്കിൽ 4 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അവിടെ നിന്ന് നമുക്കിനി PGക്ക് പോകണമെന്നില്ല, നേരിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിസർച്ചിലേക്കോ മറ്റോ ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ഡിഗ്രി ലെവലിൽ എന്ത് ചെയ്യാൻ പോകുന്നു, വരാനായിട്ട് പോകുന്നു. പിന്നെയുള്ള മാറ്റമാണ് കേട്ടിട്ടില്ലാതെ ഇനി നമുക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ പോലും പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും ഒരു അധ്യാപിക വരണമെങ്കിൽ അവർക്ക് കേട്ടറ്റ് വളരെ നിർബന്ധമായിരിക്കും. അതുള്ളവരെ മാത്രമേ അതിന് പരിഗണിക്കുകയുള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഈ കമ്മിറ്റി അല്ലേ, അതായത് പുതിയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 കമ്മിറ്റിയിലാണ്. എന്താണ് കമ്മിറ്റി, അതുപോലെ തന്നെ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളും കൂടെ നമുക്ക് നോക്കാം. ആകെ 9 അംഗങ്ങളുള്ളൊരു കമ്മിറ്റിയാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പാസ്സാക്കിയത്. ഇതിൻ്റെ ചെയർമാനാണ് കസ്തൂരി രംഗൻ. ഇനി ഇതിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് 5ാം ക്ലാസ് വരെ മാതൃഭാഷയിലായിരിക്കണം കുട്ടി പഠിക്കേണ്ടത്. അതായത് ഈ 5ാം ക്ലാസ് വരെയും ഒരു കാരണവശാലും കുട്ടി മലയാളമല്ലാത്ത മറ്റൊരു ഭാഷ പഠിക്കരുത്. വേണമെങ്കിൽ സംസ്കൃതമാവാം, പക്ഷെ അത് ഓപ്ഷണലാണ് കേട്ടോ, അത് ഇനിയും അംഗീകാരം ലഭിച്ചിട്ടില്ല. അപ്പോൾ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടി മലയാളത്തിൽ അല്ലെങ്കിൽ അവൻ്റെ മാതൃഭാഷയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അധ്യയനം നടത്താനായിട്ട് പാടുള്ളൂ. അതിനു മുൻപ് നമ്മൾ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പാടില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞ ഈ 6 to 12 അതുവരെയുള്ള സാർവിക വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ മാറ്റം വരികയാണ് 3 മുതൽ 18 വരെ നമ്മുടെ സാർവിക വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തി. അതായത് ഇനി നമ്മൾ പറയുന്ന കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയായിട്ട് എന്ത് ചെയ്യും, മാറും അല്ലേ. അത് നിർബന്ധിതമായി കുട്ടിക്ക് എന്ത് ചെയ്യേണ്ടതാണ്, ലഭിക്കേണ്ടതാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, മാറും. അതുപോലെ തന്നെ 6ാം ക്ലാസ് മുതൽ വർഷത്തിൽ 10 ദിവസം ബാഗ്ലെസ് ട്രെയിനിങ് കുട്ടികൾക്ക് ലഭ്യമാവും. ഈ ബാഗ്ലെസ് ട്രെയിനിങ് എന്ന് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വൊക്കേഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ, അതായത് അവർക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇലക്ട്രിക്കൽ വർക്കിൽ താല്പര്യമുള്ളവരുണ്ടാവും, ചിലർക്ക് പ്ലംബിങ്ങിലുള്ളവരുണ്ടാവും. ഇപ്പോൾ കണ്ടിട്ടില്ലേ കുട്ടികൾ ചോക്ക് നിർമ്മിക്കുന്നത്, അതുപോലെ പല ക്രാഫ്റ്റ് ഐറ്റംസ് നിർമ്മിക്കുന്നത്. ഇതിനു വേണ്ടി അവർക്കൊരു വർഷത്തിൽ 10 ദിവസമെങ്കിലും മിനിമം നീക്കി വെക്കണം. അതായത് ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അവർക്ക് 6ാം ക്ലാസ് മുതൽ തന്നെ ആരംഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടി ആ ക്ലാസ് കഴിഞ്ഞ് പുറത്തെത്തുന്ന സമയത്ത് അവൻ ആ പഠിച്ച സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അവന് എക്കണോമിക്കലി അവൻ എന്താണ് അല്ലേ, സ്വന്തം കാലിൽ നിൽക്കാൻ ആവശ്യമായ ചെറിയൊരു കപ്പാസിറ്റി എങ്കിലും അവൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ അക്വയർ ചെയ്യുമെന്നുള്ളതാണ്. അതായത് അവർക്ക് ഇഷ്ടമുള്ള വർക്ക് എന്തുമായിക്കോട്ടെ, ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഇവരെ പഠിപ്പിക്കാനും അവന് ട്രെയിനിങ് കൊടുക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇതോടുകൂടി നമ്മുടെ സ്കൂളുകളിലേക്ക് എന്ത് ചെയ്യും, വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6ാം ക്ലാസ് മുതലാണ് ഇത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലേ, അതായത് പൂർണ്ണമായും ടീച്ചറുടെ ആധിപത്യത്തിലുള്ള ഒരു കാര്യമാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലേ. അതിൽ നമ്മൾ ഗ്രേഡ് കൊടുക്കുന്നു അല്ലേ, വളരെ മോശം അല്ലെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ വളരെ മികച്ചത്, ഗുഡ്, വെരി ഗുഡ്, സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്ന ആ സാധനത്തിൻ്റെ ഘടന തന്നെ ഇനി മാറും. അവിടെ ടീച്ചർ മാത്രമല്ല കുട്ടിയും എന്ത് ചെയ്യും, അതായത് അവൻ എന്തുകൊണ്ട് മാർക്ക് കൂടി അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു അതിനുള്ള കാരണം അവനും കൂടെ എഴുതാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു പരീക്ഷ നടത്തുന്നു, ഒരു SSLC പരീക്ഷ നടത്തുന്നു, അതുപോലെ തന്നെ +2 കഴിഞ്ഞൊരു പബ്ലിക് പരീക്ഷ നടത്തുന്നു. ഇനി ഈ പബ്ലിക് പരീക്ഷകളുടെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യും, ഒട്ടും ഇല്ലാതാവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി എന്ത് ചെയ്യും, കുറച്ച് കുറയും. അതായത് എല്ലാ ക്ലാസ്സുകൾക്കും തുല്യ പരിഗണന ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്
സ്റ്റേജ്, ഈ സ്റ്റേജുകൾക്ക് അവസാനമാവും നമ്മൾ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷ നടത്തുക. അതല്ലാതെ 10ാം ക്ലാസ് +2 എന്ന് പറഞ്ഞ ഒരു വ്യത്യാസം എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. സാധാരണ ഒരു 9ലും 8ലും ഒക്കെ എങ്ങനെയാണോ നമ്മൾ പാസ്സാവുന്നത് അതുപോലെ ഒരു രീതിയായിരിക്കും ഇനി 10ലും +2ലും ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നത്, വരാനായിട്ട് പോകുന്നത്. അടുത്തതാണ് NPST. അതിന് അവിടെ NPST എന്ന് വായിക്കുക, അതൊരു ടൈപ്പിംഗ് എററാണ്. NPST എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ളൊരു പരിപാടിയാണ് ഈ നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചർ, അല്ലെങ്കിൽ NPST, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ്. അതായത് ടീച്ചേഴ്സിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പുതിയൊരു പദ്ധതി കൂടെ എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. ഇനി മൂല്യനിർണ്ണയം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. 10th +2 എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഇനി ഇങ്ങനെ എന്ത് ചെയ്യും, ഇവാലുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ എന്ത് ചെയ്യും, നടക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് കുട്ടികൾ കോഡിങ് പഠിക്കാനായിട്ട് തുടങ്ങും 6ാം ക്ലാസ് മുതൽ തന്നെ. നമുക്കറിയാം ടെക്നോളജിക്കലി ഡിജിറ്റലി നമ്മൾ വളരെയധികം മുൻപന്തിയിൽ എത്തിയിട്ടും ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ അതിന് മാത്രം പരിശീലനമോ മറ്റൊന്നും തന്നെ കുട്ടികൾ പ്രോഗ്രാമിംഗ് പഠിക്കുക അങ്ങനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല അല്ലേ. ട്രഡീഷണലി നമ്മൾ പഠിക്കുന്ന C++ഉം പൈത്തണുമാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കൂളുകളിലെല്ലാം കുട്ടികൾ പഠിക്കുന്നത്. ഇനി അതിൽ നിന്ന് മാറി 6ാം ക്ലാസ് മുതൽ തന്നെ അവർ കോഡിങ് പഠിക്കാനായിട്ട് തുടങ്ങുന്നതാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ GDPയുടെ 6% ഇനി വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കും അല്ലേ. അതായത് നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 6% ഇനി എന്ത് ചെയ്യും, വിദ്യാഭ്യാസത്തിനായിട്ട് മാറ്റിവെക്കപ്പെടും. ഇതുവരെ അതുണ്ടായിരുന്നത് 3 മുതൽ 4% വരെയൊക്കെയാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. പക്ഷേ ഇനി മുതൽ അത് 6% എങ്കിലും മാറ്റിവെക്കണമെന്നാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ത് ചെയ്യുന്നത്, നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ 6% ഇനി എന്ത് ചെയ്യും, വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെക്കപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. മാക്സിമം വിവരങ്ങൾ ശേഖരിക്കുക. മിനിമം ഒരു അത്യാവശ്യം നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് പറയാനായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് കൃത്യമായും എന്ത് ചെയ്യുക, നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു തവണയോ 2 തവണയോ നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ചോ. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്കതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസും അറിയിക്കുക. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് വയ്ക്കുക. കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.